ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലന്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഈശോയുടെ സന്നിധിയിൽ നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാം. ആഘോഷങ്ങളുടെ ആലസ്യത്തിൽ നിന്നെല്ലാം ഉണർന്ന് ജീവിതം വീണ്ടും പഴയപടി ഓട്ടത്തിന് നടുവിലേക്ക് എത്തിയിരിക്കുന്നു. ഒരല്പസമയം കൈകൾ മടിയിൽ തുറന്നു വെച്ചുകൊണ്ട് ശ്വാസോച്ഛ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമുക്ക് ഒരല്പസമയം ഇരിക്കാം. ശ്വാസം പതുക്കെ ഉള്ളിലേക്ക് നോർമലായിട്ട് ഉള്ളിലേക്ക് വലിക്കുക. അതേപോലെ തന്നെ വളരെ സ്വച്ഛന്തമായി ശ്വാസം പുറത്തേക്ക് കളയുക. ഈ ക്രിസ്മസ് കാലം ഒരുപാട് പേർക്ക് സന്തോഷങ്ങളുടെ കാലമായിരുന്നിരിക്കും. കുറച്ചേറെ പേർക്ക് ഇല്ലായ്മകളുടെയും വല്ലായ്മകളുടെയും സമയമായിരിക്കാം. പലരുടെയും ചെറിയ വീടുകളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് വേണ്ടി കുഞ്ഞു കുഞ്ഞ് എമൗണ്ടുകൾ കൂട്ടിവെച്ചിരുന്ന കുടുക്കകളും സേവിംഗ് ബോക്സുകളും ഒക്കെ പൊട്ടിക്കേണ്ടി വന്നിട്ടുണ്ടാവാം. എങ്ങനെയൊക്കെയാണെങ്കിലും എല്ലാവരും മനസ്സ് നിറയും വിധം ക്രിസ്മസ് ആഘോഷിച്ചു. ഒരു നിമിഷം മൗനമായി ചിന്തിക്കുക, എൻ്റെ ക്രിസ്മസ് എങ്ങനെയാണ് കടന്നുപോയത്? എൻ്റെ മനസ്സ്, ശരീരം, ആത്മാവ് ഇതൊക്കെ സന്തോഷമാണോ അനുഭവിച്ചത്? അതോ ഏതെങ്കിലുമൊക്കെ രീതിയിൽ എൻ്റെ മനസ്സ് മുറിപ്പെട്ടിട്ടുണ്ടോ? മറ്റുള്ളവരുടെ ജീവിതത്തോട് താരതമ്യം ചെയ്യുന്നത് കൊണ്ടോ എൻ്റെ ഇല്ലായ്മ കൊണ്ടോ എൻ്റെ വികാരങ്ങൾ മുറിഞ്ഞിട്ടുണ്ടോ? സ്വപ്നങ്ങൾ എന്നെ ഭയപ്പെടുത്തിയിട്ടുണ്ടോ? ഞാൻ ആരോടെങ്കിലും അപമര്യാദയായോ അസ്വസ്ഥമായോ പെരുമാറിയിട്ടുണ്ടോ? എൻ്റെ പെരുമാറ്റം ആരെയെങ്കിലുമൊക്കെ ഈ ആഘോഷ നാളുകളിൽ വേദനിപ്പിച്ചിട്ടുണ്ടോ? ഓരോ ചോദ്യത്തിനും ഓരോ അനുഭവങ്ങളും ഓരോ സന്ദർഭങ്ങളും നമ്മൾ സ്വസ്ഥമായിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരും. ഈശോയുടെ കയ്യിലേക്ക് ഇത് ഓരോന്നും നമുക്ക് വെച്ചു കൊടുക്കാം. എല്ലാം കാണുന്ന, എല്ലാം കേൾക്കുന്ന, എല്ലാവരെയും അറിയുന്ന നല്ല തമ്പുരാൻ നമ്മുടെ വിചാര വികാരങ്ങൾ നല്ലതും ചീത്തയായും തരംതിരിക്കുമ്പോഴും നിന്റെ പാപങ്ങൾ കടും ചുമപ്പാണെങ്കിലും തുമഞ്ഞു പോലെ ഞാനത് വെണ്മയാക്കി തരാം എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ സന്നിധിയില് തെറ്റുകൾക്ക് മാപ്പും സന്തോഷങ്ങൾക്ക് നന്ദിയും സ്നേഹത്തിന് കൃതജ്ഞതയും അർപ്പിക്കാം. ഈ നാളുകളിൽ കേട്ട മറ്റൊരു ചിന്താശകലമാണ് പേഗൻ ആരാധനാ രീതിയിൽ നിന്നും സൂര്യദേവന്റെ ബർത്ത്ഡേയാണ് ക്രിസ്മസ് ആയിട്ട് ആഘോഷിക്കുന്നത് എന്ന ഒരു ചിന്താധാര. ക്രിസ്മസ് എന്നത് യഥാർത്ഥത്തിൽ ക്രിസ്തു ജനിച്ച ദിനമല്ലെന്നും അതിന് ക്രൈസ്തവ മതവുമായിട്ടോ ക്രിസ്തുവിന്റെ ജീവിതവുമായിട്ടോ യാതൊരു ബന്ധമില്ല എന്നും ഒക്കെ പറയുന്ന കഥകള്, ഉപകഥകള്, ചരിത്ര സംഭവങ്ങള് ഒക്കെ നമുക്കിപ്പോൾ ഇഷ്ടംപോലെ ഇന്റർനെറ്റിലും ഫേസ്ബുക്കിലും ഒക്കെ അവൈലബിൾ ആണ്. നമ്മുടെ ജീവിതത്തില് ഈശോ എപ്രകാരമാണ് ജീവനുള്ള ഒരു വ്യക്തിയായി നമ്മുടെ കൂടെ നടക്കുന്നത്, അത് അനുഭവിക്കുന്നത് നമ്മുടെ വിശ്വാസം എത്രമാത്രം ദൃഢമാണ് എന്നതിന് മാത്രമാണ് പ്രാധാന്യമുള്ളത്. ഈശോ ജനിച്ചത് 25 26 ഇതെല്ലാം ഈശോയുടെ ജനനശേഷം രൂപാന്തരപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. കലണ്ടർ പോലും ഈശോയുടെ ജനനത്തെ ആസ്പദമാക്കിയാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് നമുക്കറിയാം. നമ്മൾ ആ ഒരു ദിവസം പരിശുദ്ധ അമ്മയുടെ കഷ്ടപ്പാടും ലോകരക്ഷകൻ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണതിന്റെ സന്തോഷവും മാത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യൗസേ പിതാവെന്ന പിതാവ്, ഭർത്താവ് ഒരു മകന് വേണ്ടിയും തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയും കഷ്ടപ്പെടുന്നതിന്റെ ഓർമ്മയാണ് ക്രിസ്മസ് തിരുനാള്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള നമ്മുടെ ഓരോന്നും നമ്മൾ ഇന്ന് കാണുന്ന ഈ സമയക്രമങ്ങളും തീയതികളും പോലും ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിന്റെ തലവനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു
സമൂഹമോ വിചാരിച്ചാൽ മാറ്റാവുന്നതേ ഉള്ളൂ. പക്ഷെ വിശ്വാസം, അത് നമുക്ക് ജീവന് തുല്യമാണ്. ഹെബ്രായർ 11:6 പറയുന്നുണ്ട്, വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. വിശ്വാസമാണ് എല്ലാത്തിലും പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ട് ഈശോയുടെ സന്നിധിയിൽ നമുക്ക് തമ്പുരാന്റെ കൃപക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ക്രിസ്മസ് കാലം സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ദിവസമാക്കാം. നമ്മുടെ ജീവിതത്തിലുണ്ടായ കൊച്ചു കൊച്ചു പോരായ്മകളെ ഈശോയുടെ സന്നിധിയിലേക്ക് കരങ്ങൾ നീട്ടി നമുക്ക് സമർപ്പിക്കാം. നല്ല നാഥ, കാരുണ്യവാനെ, കരുണയോടെ ഞങ്ങളെ കേൾക്കണമേ. ആമേൻ.